അപ്പോൾ എൻ്റെ കൂടെ വിമാനത്തിലിരിക്കുന്നതാവട്ടെ മിക്കവാറും സായിപ്പുമാരാണ്, അതായത് സെർബിയക്കാർ തന്നെ ആയിരിക്കണം. അവർ വലിയ തോതിൽ UAE വരുന്നുണ്ട്, പല പ്രോജക്റ്റുകളുടെയും ഭാഗമായിട്ട് വരുന്നത്. അതുകൂടാതെ തന്നെ എത്തിഹാദ് എയർവേസിൽ അവർ ചിലപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക്, അമേരിക്കയിലേക്കോ മറ്റോ ഒക്കെ പോകുന്നവരും ഈ വിമാന സർവീസായിരിക്കും ഉപയോഗിക്കുന്നത്. ഏതായാലും ഇതിൽ നിറയെ ഞാനൊഴികെ ബാക്കിയെല്ലാം സെർബിയക്കാരോ അല്ലെങ്കിൽ ആ പ്രദേശത്തുകാരോ ഏതാണ്ട് അതേ രൂപഭാവങ്ങളാണ്. എല്ലാവരും കലപില വർത്തമാനം പറയുന്ന, ഉറക്ക വർത്തമാനം പറയുന്ന സാധാരണ സായിപ്പുമാരങ്ങനെയല്ല. അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ സായിപ്പുമാരാണെങ്കിൽ അവർ വളരെ ശാന്തമായിട്ട് തൊട്ടടുത്തിരിക്കുന്നയാൾക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ, ഭവ്യതയിൽ, അല്ലെങ്കിൽ വളരെ സോഫ്റ്റായിട്ട് ഡിസിപ്ലിൻ എന്ന് തോന്നുന്ന മട്ടിൽ ഒക്കെ പെരുമാറുന്നവരാണ്. ഇവരങ്ങനെയല്ല. 4 സീറ്റ് മുമ്പിലിരിക്കുന്നവരോടും വിളിച്ചു ചോദിക്കും, സുഖമാണോ അവിടെയൊക്കെ, ചായ അവിടെ കിട്ടിയോ, അല്ലെങ്കിൽ ജ്യൂസ് ഒരെണ്ണം പറഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞ്. നമ്മൾ മലയാളികൾ ഒരു സംഘമായിട്ട് യാത്ര ചെയ്ത് എങ്ങനെ ഉണ്ടാവും? ഈ യാത്രയിൽ പക്ഷേ സജീവമായിരുന്നു വിമാനത്തിനകം, അല്ലാതെ എല്ലാവരും ഉറക്കമോ അങ്ങനെയല്ലായിരുന്നു. പക്ഷേ എൻ്റെ തൊട്ടടുത്തിരുന്നത് ഒരു ഭാര്യയും ഭർത്താവുമാണ്. ഇവർ രണ്ടുപേരും വിമാനം ടേക്ക് ഓഫ് ചെയ്തപ്പോൾ തന്നെ ഉറക്കത്തിലേക്ക് അങ്ങ് വീണു. എന്ന് മാത്രമല്ല, ഈ എൻ്റെ വിമാനത്തിൽ നിന്ന് ഈ ടർക്കിയുടെയും ഇറാഖിൻ്റെയും ഒക്കെ ഷോട്ടുകൾ ഞാൻ എടുത്തത് സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് ഞാനത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലെല്ലാം പശ്ചാത്തല സംഗീതം പോലെ ഈ രണ്ടുപേരുടെയും കൂർക്കം വലിയാണ് ഇതിനകത്ത് മുഴുവൻ കേട്ടോണ്ടിരിക്കുന്നത്. ശരിക്കും വിമാനത്തിൻ്റെ ശബ്ദം അവിടെ ഉപയോഗിക്കാനേ കഴിഞ്ഞില്ല എനിക്ക്. ഇവർ ഉണരുന്നത് ഭക്ഷണം കൊണ്ടുവരുന്ന സമയത്ത് എയർ ഹോസ്റ്റസ് വന്ന് തട്ടി വിളിക്കും. അപ്പോൾ ഇവർ ഞെട്ടി ഉണരും. ഭക്ഷണം ഇതുവരെ ഉറങ്ങുമായിരുന്നു അല്ലെങ്കിൽ ഉറക്കച്ചടവുണ്ട് എന്ന് പോലും ഭാവിക്കാത്ത മട്ടിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കും, വീണ്ടും മയങ്ങും. അങ്ങനെ രസകരമായ യാത്രയായിരുന്നു.